വാഹനത്തെ മറികടക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ KSRTC ജീവനക്കാരെ മർദ്ദിച്ച പ്രതി പിടിയിലായി. ആലുവ സ്വദേശി അമീർ നൌഷാദാണ് പോലീസിന്റെ പിടിയിലായത്. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ലാൽ, വിശദാംശങ്ങൾ. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവത്തിന് തുടക്കമാവുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ബസ്സിനെ ഒരു കാറിന് മറികടക്കുകയായിരുന്നു. തുടർന്ന് കാറിന് മറികടക്കുന്നതിനിടയിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഈ ഇരുചക്ര വാഹനത്തിലുള്ളവർ വന്നത്. അതായത് പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. നേരെ മറിച്ച് ആലുവ ഭാഗത്തു നിന്ന് വരുന്ന ബൈക്കിനാണ് മുന്നിലേക്കാണ് KSRTC വന്നത്. രണ്ടുപേരും ഉടനെ വാഹനം നിർത്തിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായെങ്കിലും കടന്നുപോയ ബൈക്കിലുള്ളവർ തിരികെ വീണ്ടും ബസിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ബസ്സിന് നേരെ ഹെൽമെറ്റ് എറിയുകയും ചെയ്തു. വാഹനത്തിന് കുറുകെ ബൈക്ക് നിർത്തി പ്രകോപനപരമായ രീതിയിൽ അസഭ്യം പറയുകയും മറ്റും ഉണ്ടാവുകയും ബസ് നിർത്തിയതിന്റെ പിന്നാലെ ഈ സംഭവത്തിന്റെ തുടക്കക്കാരനായിട്ടുള്ള 1-ാം പ്രതി ഇയാൾ ബസിന്റെ അകത്തേക്ക് വലിഞ്ഞു കയറുകയും ബസിന്റെ ഡ്രൈവറെ വലിച്ച് പുറത്തേക്കിടുകയും താക്കോൽ കൊണ്ട് മർദ്ദിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ആലുവ സ്വദേശിയായിട്ടുള്ള അമീർ നൌഷാദാണ് ഈ ആക്രമണം നടത്തിയ വ്യക്തി. സാരമായി പരിക്കേറ്റ രീതിയിലായിരുന്നു ഡ്രൈവറായിട്ടുള്ള ശ്യാംകുമാറിന്റെ അവസ്ഥ. ശ്യാംകുമാറിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏകദേശം 19-ലധികം ആൾക്കാർ ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നാണ് ഇയാളെ പിടിച്ചു മാറ്റിയത്. പക്ഷേ അക്രമശേഷം പ്രതി വാഹനത്തിന്റെ, അതായത് KSRTC ബസിന്റെ താക്കോലുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കടന്നു എന്നുള്ളതാണ് അറിഞ്ഞത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിലാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഇയാൾക്കെതിരെ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾക്കും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ശ്യാംകുമാർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ഇപ്പോഴും തുടരുകയാണ്. ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. സാരമായി പരിക്കേറ്റതിൽ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് KSRTC കൃത്യമായി പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.